കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച എൽദോസിന് വിട. ഉരുളൻ തന്നെ മാർത്തോമ മിഷൻ പള്ളിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം ചേരാട് കുറുമറ്റം സെമിത്തേരിയിൽ സംസ്കരിച്ചു. എൽദോസ് നേരിട്ടത് അതിക്രൂരമായ കാട്ടാനാക്രമണം എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അർച്ചന വിനോദ് നൽകും സമഗ്രമായ വിവരങ്ങൾ. കോതമംഗലം കുട്ടമ്പുഴയിലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന് നാട് വിട നൽകി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആദ്യം എത്തിച്ചത് ക്നാച്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ശേഷം ഉരുളൻതണ്ണിയിലെ പള്ളിയിലെത്തിച്ച് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തി. അതിനുശേഷമാണ് കുറുമറ്റം സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ക്രൂരമായ കാട്ടാനാക്രമണമാണ് എൽദോസ് നേരിട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് വരെ ക്ഷതമേറ്റിട്ടുണ്ട്. അത്തരത്തിൽ അതിക്രൂരമായാണ് കാട്ടാന ആക്രമിച്ചതെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. എന്തായാലും പ്രദേശത്തെ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ന് ഉരുളൻതണ്ണിയിൽ ജനകീയ ഹർത്താലും ഉണ്ടായിരുന്നു. അത് ഹർത്താൽ പൂർണ്ണമാണ്. കടകളെല്ലാം പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ശേഷം കോതമംഗലം DFO ഓഫീസിലേക്ക് ജനകീയ സമരം നടത്തുകയുമുണ്ടായി. എന്തായാലും പ്രധാനമായും ജനങ്ങളുടെ ആവശ്യം ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വേലിക്കെട്ടുകൾ സ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കോതമംഗലം കുട്ടമ്പുഴയിൽ ഉണ്ടായത്. ശേഷം കളക്ടർ ഇടപെട്ടാണ് ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പാക്കിയതോടെയാണ് പ്രതിഷേധക്കാർ ഇതിൽ നിന്നും പിന്മാറിയത്. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല എൽദോസിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും സർക്കാർ നൽകും. എന്തായാലും ഇനിയുള്ള ഘട്ടം എന്ന് പറയുന്നത് 21-ന് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം 27-ന് ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തികൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് വിലയിരുത്താൻ അവലോകന യോഗം ചേരും. അത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ പൂർണ്ണ സജ്ജമായിരിക്കുകയാണ്. എന്തായാലും നിരവധി ആവശ്യങ്ങളാണ് കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, അർച്ചനയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.